2024 ഓൾ ഇന്ത്യ എൻട്രൻസ് നീറ്റ് എൻട്രൻസ് പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ട് വന്നു. അതിനുശേഷം നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓൾ ഇന്ത്യ തലത്തിലുള്ള നീറ്റ് എൻട്രൻസ് പരീക്ഷ രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം കേരള എൻട്രൻസ് കീം രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭ്യമായി. എന്നിരുന്നാലും ഓൾ ഇന്ത്യ എൻട്രൻസ് പരീക്ഷ രജിസ്റ്റർ ചെയ്താൽ പോരെ, കേരള എൻട്രൻസ് സെപ്പറേറ്റ് എൻട്രൻസ് ആണ്. അത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ, ബിഫാം കോഴ്സുകളിലേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ എന്നുള്ള തെറ്റിദ്ധാരണയിൽ പല ആൾക്കാരും അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഉള്ളവർക്കായിട്ട് ഇപ്പോൾ ഒരു അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ, നീറ്റ് എഴുതിയ കുട്ടികൾ കീം രജിസ്റ്റർ ചെയ്യാത്തവർ ഈ വരുന്ന ജൂൺ 19 വൈകുന്നേരം 6 മണി വരെയുള്ള സമയമാണ്. അപ്പോൾ നീറ്റ് എഴുതി കേരളത്തിൽ മെഡിക്കൽ MBBS ഉൾപ്പെടെയുള്ള കോഴ്സുകൾ, അതോടൊപ്പം തന്നെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ട് കീം രജിസ്റ്റർ ചെയ്യണം. ഇന്നത്തെ ആ വാർത്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള എൻട്രൻസ് റാങ്ക് ലിസ്റ്റ് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടത്തി അതിനുശേഷം നമ്മുടെ നീറ്റ് എൻട്രൻസിൽ സ്കോർ കാർഡ് മറ്റു കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ, അപ്ലോഡിംഗ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കേരള എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടുക. അതിനോടനുബന്ധിച്ച് കാറ്റഗറി റാങ്ക് ലിസ്റ്റും അതിനുശേഷമാണ് നമ്മുടെ കേരളത്തിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ ആരംഭിക്കുക. ഓൾ ഇന്ത്യ തലത്തിലുള്ള കൗൺസിലിംഗ് പ്രോസസ്സ്, അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നീറ്റ് എഴുതിയ കുട്ടികൾ കീം അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യുവാൻ വേണ്ടിയുള്ള അവസരം ഓൺലൈനായി ഈ വരുന്ന ജൂൺ 19 വൈകുന്നേരം 6 മണി വരെ സമയമുണ്ട്. ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ അവസരം അത് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ എൻട്രൻസ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ദർശന അക്കാഡമിയിൽ നിന്ന് വരും ദിവസങ്ങളിൽ ഷെയർ ചെയ്യുന്നതാണ്. താങ്ക്